വെളിപാട് പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തന്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിന്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു. ഓർമ്മിക്കുക, പൗരോഹിത്യത്തെയും ഉദാശകളെയും എന്ന പോലെ സന്യാസവ്രതങ്ങളെയും സാത്താൻ അവഹേളിക്കാൻ തക്കം പാർത്ത് കഴിയുകയാണ്. സഭയുടെ എല്ലാവിധ കാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലും വ്യാപൃതരായിരിക്കുന്ന സന്യാസ സമർപ്പിത ജീവിതങ്ങളെ ആക്രമിച്ചുകൊണ്ട് സഭയെ അവഹേളിക്കുക എന്നത് സാത്താന്റെ തന്ത്രമാണ്. സ്വാതന്ത്ര്യത്തിനും മനുഷ്യത്വത്തിനുമെതിരാണ് സന്യാസം എന്ന പ്രചരണം ശക്തമാകും. രാഷ്ട്രീയ നിയമം മൂലം സന്യാസത്തെ തടയാൻ സാത്താൻ ശ്രമം നടത്തും. ഇവയ്ക്കെല്ലാം സാത്താൻ ഉപകരണമാക്കുന്നത് പലപ്പോഴും സന്യാസത്തിലിടറിയ വ്യക്തികളെയായിരിക്കും. യുഗാന്ത്യ നാളുകളിൽ സാത്താൻ വർദ്ധിത വീര്യത്തോടെയും അടങ്ങാത്ത പകയോടും സമർപ്പിത ജീവിതങ്ങൾക്ക് നേരെ യുദ്ധത്തിനിറങ്ങും. അവൻ വലിയ കണി പ്രത്യേകമൊരുക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്കെതിരായിട്ടായിരിക്കും. സമർപ്പിത ജീവിതങ്ങളിലും സന്യാസ സഭകളിലും വിള്ളലുകളും ഭിന്നിപ്പുകളും രൂപപ്പെടുത്തുക എന്നതായിരിക്കും സാത്താൻ ചെയ്യുന്ന മറ്റൊരു കെണി. സമർപ്പിത ജീവിതങ്ങളുടെ ഭിന്നത കണ്ട് വിജാതീയർ പോലും സഭയെ ആക്ഷേപിക്കാനിടയാകും. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വിജാതീയ വർഗീയ സംഘടനകൾ ഇതിൽ നിന്നും വലിയ മുതലെടുപ്പ് നടത്തി സഭയെ തകർക്കാൻ ശ്രമിക്കും. വൈദികരും സന്യസ്തരും സഭാ നേതൃത്വത്തിലുള്ളവരും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന വലിയൊരു അപകടം ബുദ്ധിയിൽ ഇരുൾ നിറഞ്ഞ് ദൈവിക ജ്ഞാനം നഷ്ടമാകുന്നുവെന്നതാണ്. ബുദ്ധിയിൽ ഇരുൾ കയറുന്നതോടെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെയാകുന്നു. എന്തു പറയണമെന്നും എന്തു പ്രവർത്തിക്കണമെന്നും എങ്ങനെ സാഹചര്യങ്ങളോട് പ്രതികരിക്കണമെന്നും അറിയാൻ കഴിവില്ലാതാകുന്നു. ദൈവം കാണുന്നതുപോലെ ജീവിത സംഭവങ്ങളെ വീക്ഷിച്ച് ദൈവജനത്തെ പ്രബോധിപ്പിക്കാനും വഴി നടത്താനും കഴിവില്ലാതാകുന്നു. ലോകത്തിന്റെ അറിവിന്റെ പിന്നാലെ പരക്കം പായുന്നു. കൂദാശകളുടെ പരികർമ്മം കേവലം ചടങ്ങായി മാറുന്നു. സെഹിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധ അമ്മ പുത്രന്റെ ശിഷ്യഗണത്തെ ഒന്നിച്ചു ചേർത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതുപോലെ നമുക്കും അമ്മയോട് ചേർന്ന് നിന്ന് നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ധാരാളമായി ഉണ്ടാകുവാനും അതുവഴി വരാനിരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ വേണ്ട കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവജലം പകരാൻ ദാഹിക്കും മനസ്സിനു ജീവജലം പകരാൻ.
ഷിമയോനെ കേപ്പായാക്കിയ ആത്മാവേ വരിക. കേപ്പായെ പത്രോസാക്കിയ ആത്മാവേ വരിക. കേപ്പായെ പത്രോസാക്കിയ ആത്മാവേ വരിക. ആത്മാവേ വരിക, ആത്മാവേ വരിക. ദാഹിക്കും മനസ്സിനു ജീവജലം പകരാൻ. ദാഹിക്കും മനസ്സിനു ജീവജലം പകരാൻ. ദിദിമോസിനെ തോമായാക്കിയ ആത്മാവേ വരിക. ദിദിമോസിനെ തോമായാക്കിയ ആത്മാവേ വരിക. സാവോളിനെ പൗലോസാക്കിയ ആത്മാവേ വരിക. സാവോളിനെ പൗലോസാക്കിയ ആത്മാവേ വരിക. ആത്മാവേ വരിക,